മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിൽ അഭിഭാഷകർക്കെതിരെ നിലപാടെടുത്ത 5 മുതിർന്ന അഭിഭാഷകർക്കെതിരെ ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ നടപടിക്ക് ഒരുങ്ങുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ശിവൻ മഠത്തിൽ, സെബാസ്റ്റ്യൻ പോൾ, കാളീശ്വരം രാജ്, CP ഉദയഭാനു എന്നിവർക്കെതിരെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത്. എന്നാൽ നടപടിയെ ഭയക്കുന്നില്ലെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അഭിഭാഷകർ അറിയിച്ചു. ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ ഇന്നലെ ചേർന്ന യോഗമാണ് മുതിർന്ന അഭിഭാഷകരായ സെബാസ്റ്റ്യൻ പോൾ, കാളീശ്വരൻ രാജ്, ഉദയഭാനു, ശിവൻ മഠത്തിൽ, ജയശങ്കർ എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച അഭിഭാഷകർക്കെതിരെ നിലപാട് സ്വീകരിച്ചതിനാണ് ഈ 5 പേർക്കെതിരെയും നടപടിയെടുക്കുന്നത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഇവർക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകും. കേരള അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ അച്ചടക്ക നടപടി അംഗീകരിക്കുന്നില്ലെന്ന് പ്രമുഖ അഭിഭാഷകർ അറിയിച്ചു. ഇത്തരമൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതിലും നല്ലത് വീരമൃത്യു വരിക്കുന്നതാണെന്ന് CP ഉദയഭാനു പറഞ്ഞു. പെൺവാണിഭ കേസിൽ സ്വന്തം സഹോദരനായിട്ടുള്ള ഒരു അഭിഭാഷക സുഹൃത്ത് പ്രതിയായി എന്ന കാരണത്തെ തുടർന്ന് തുടങ്ങിവെച്ച അക്രമങ്ങളുടെ പേരിൽ, അതും അഭിഭാഷകർ നേരിട്ട് നടത്തിയ അക്രമങ്ങളുടെ പേരിൽ അതിന് വിയോജിപ്പിന്റെ ശബ്ദം പുറപ്പെടുവിച്ച സഹപ്രവർത്തകരായിട്ടുള്ള അഭിഭാഷകരെ പുറത്താക്കാൻ നടപടിയെടുത്തത് വീണ്ടും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്രകാരം കിരാതമായിട്ടുള്ള നടപടിയിലേക്ക് പോകുന്ന അഭിഭാഷക അസോസിയേഷന്റെ ഈ തീരുമാനം എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതുമാണ്. ഞാൻ ഇതിനകം സ്വീകരിച്ച നിലപാടിൽ പരിപൂർണമായും ഉറച്ചു നിൽക്കും. ഇതെന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. എന്റെ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്റെ മാത്രം നിലപാടല്ല, ഞാൻ പ്രതികരിക്കുന്ന സംഘടനയുടെ കൂടി നിലപാടാണ്. ഞാൻ സംഘടനയുടെ ഭാഗത്തു നിന്ന് കൂടിയാണ് അഭിപ്രായം പറയുന്നത്. ഞങ്ങളുടെ സംഘടന ഈ അക്രമത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല, അനുകൂലിക്കയില്ല, അതിനെ അപലപിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഈ നിലപാടിൽ മാറ്റം വരുന്നില്ല. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷനിലെ അംഗത്വം എന്നത് അതൊരു സാങ്കേതികമായ കാര്യം മാത്രമാണ്. ആ അംഗത്വം നിലനിർത്തുന്നതിന് വേണ്ടി അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്തുന്നതിനോ മനസാക്ഷിക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുന്നതിനോ ഞാൻ തയ്യാറാവില്ല. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരെ അസഭ്യവർഷം ചൊരിഞ്ഞ് അഭിഭാഷകർ എറണാകുളം പ്രസ് ക്ലബിലേക്ക് മാർച്ച് നടത്തി. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.